400 സീറ്റ് ബി ജെ പിക്ക് കിട്ടുമോ? കിട്ടത്തില്ല എന്നായിരുന്നു ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കാരണം ബി ജെ പി വല്ലാതെ പതറി വിയർത്തു, മോദിക്ക് അടിതെറ്റി എന്നൊക്കെ പറയുന്നു. കാരണം മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് ബി ജെ പി പഴയ പോലെ മോദി 400 പറയുന്നില്ല. പക്ഷേ അമിത്ഷാ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു 400+, 400+ നേടും. വല്ല സാധ്യതയുണ്ടോ? അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വളരെ പിന്നിലായി പോയവരുടെ വനരോധനമാണ് ഈ കേൾക്കുന്നത്. ഈ 400 സീറ്റ് കിട്ടും, ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അബ്കി ബാർ 400 പാർ. പക്ഷെ പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞപ്പോഴാണ് സംശയം. പെർസെൻറ്റേജ് കുറയട്ടെ, എന്തു വാങ്ങിക്കോട്ടെ, ഇത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. മോദി പറയേണ്ട കാര്യമില്ല. മോദി അജണ്ട ഇടയ്ക്കിടയ്ക്ക് വെച്ച് സബ്ജക്റ്റുകൾ ഇങ്ങനെ മാറ്റുന്നു. അതിനൊപ്പം ഓടിയെത്താൻ ഇന്ത്യ മുന്നണിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മാധ്യമങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ആ ഒറിജിനൽ അന്ന് പറഞ്ഞില്ലേ 400 സീറ്റ്, അത് പറ. എന്തിനാണ് അത് പറ എന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരം ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. പുള്ളി ഇത് പറഞ്ഞിട്ട് മാസം 3 ഇപ്പോഴാണ് ഇവരുടെ ഉത്തരം കിട്ടിയത്. അതുകൊണ്ട് അത് ചോദിക്ക്. നിങ്ങളുടെ ചോദ്യം തെറ്റാ, ഞങ്ങളുടെ ഉത്തരം ശരിയാ, നിങ്ങളുടെ ചോദ്യം മാറ്റി. ഇതൊക്കെയാണ് നടക്കുന്നത്. These people don't know how to conduct a campaign. A man who has addressed 783 rallies, world record ആണ്. Show me one politician in the world who has addressed 783 rallies and given 33 interviews. ഇപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചോദിക്കട്ടെ, ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ മോദിയെ ഇൻ്റർവ്യൂ ചെയ്ത ആളാണ്. ചോദിക്കായിരുന്നല്ലോ, എന്താ ഈ 400ൻ്റെ കണക്ക് ഇപ്പോൾ പറയാത്തത്? എന്ത് ചോദിക്കാൻ? ഇന്ധനവില ചോദിക്കാൻ എന്താ? യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, യു ഹാഡ് ദ ടൈം, യു ഹാഡ് ദ ഫ്രീഡം. ഇതെല്ലാം ഉണ്ടായിട്ട് ഒന്നും ചോദിക്കാതെ ടി വിയിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു. വാട്ട് ഫൂളിഷ്നെസ്! ഒരു തെരഞ്ഞെടുപ്പിൽ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് ബോറടിക്കുമെന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസ് ആയിരിക്കും. മോദി ഹാസ് ടു വിൻ ദിസ് എലക്ഷൻ കം വാട്ട് മേ. അതുകൊണ്ട് മോദിയുടെ സ്ട്രാറ്റജി അനുസരിച്ച് സബ്ജക്റ്റ് മാറ്റും, റാലിയുടെ സ്റ്റൈല് മാറ്റും, പുള്ളിയുടെ വേഷം മാറ്റും, പുള്ളിയുടെ വാക്ക് മാറ്റും. പുള്ളി അമിത്ഷായെ രാജസ്ഥാനിൽ പോകാൻ പറയും, രാജ്നാഥ് സിംഗിനെ മധ്യപ്രദേശിൽ പോകാൻ പറയും. ദാറ്റ് ഈസ് ദെയർ സ്ട്രാറ്റജി. ദേ ഹാവ് എ മാസ്റ്റർ സ്ട്രാറ്റജി. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. And they have now changed track. 2 days back, I will not tell you the place, Modi, Amit Shah, Mohanji Bhagwat, 3 പേര് തമ്മിൽ മീറ്റ് ചെയ്തു. സ്ഥലം എന്നോട് ചോദിക്കരുത്, ഐ വിൽ നോട്ട് ഗിവ് എന്തെങ്കിലും ഹിൻറ്റ് തന്നത് സ്പെക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദ മീറ്റിംഗ് ലാസ്റ്റഡ് ഫോർ 10 hours. അമിത് ഷാ താമസിച്ചു, 2 മണിക്കൂർ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് 2 മണിക്കൂർ. He became late because ക്യാമ്പയിൻ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഹെലികോപ്റ്ററൊക്കെ ആയിട്ട് അത് അലങ്കോലമായി. 8 hours ലേറ്റായിട്ടാണ് അമിത്ഷാ വന്നു. 10 hours they discussed. Mostly about the campaign, about the polling percentage, etc. അപ്പോൾ they are taking stock, they have an agenda, they have everything. ബി ജെ പിയുടെ കയ്യിൽ കാശുണ്ട്, ആളുണ്ട്, സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളുണ്ട്, നാടകം നടത്താൻ അറിയാം, പ്രതിപക്ഷത്തെ കുഴിയിലാക്കാൻ അറിയാം, വെട്ടിലാക്കാൻ അറിയാം, മാധ്യമങ്ങളെ പറ്റിക്കാൻ അറിയാം, എല്ലാം അറിയാം. അതുകൊണ്ടാണ് 783 റാലിയും 33 ഇൻ്റർവ്യൂവും ഒരു പ്രധാനമന്ത്രി ഇന്നുവരെ കൊടുത്തില്ല. ഇവരൊക്കെ പറഞ്ഞു പ്രധാനമന്ത്രി പ്രസ്സിനെ പേടിക്കുന്നു എന്ന്. നിങ്ങൾ പോയി ഇരുന്നല്ലോ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ. അങ്ങേര് പേടിച്ചോ അതോ നിങ്ങൾ പേടിച്ചോ? ഇവരെന്തായിരിക്കും ചോദിക്കാത്തത് ഈ ചോദ്യങ്ങൾ? എനിക്കറിയില്ല. ഇവർ പേടിച്ചു എന്ന് ഞാൻ പറയും. പ്രധാനമന്ത്രിക്ക് പ്രസ്സിനെയല്ല പേടി, പ്രസ്സിന് പ്രധാനമന്ത്രിയെ പേടി. 3 പേരാണ് ഏഷ്യാനെറ്റിൻ്റെ മുമ്പിലിരുന്നത്. അതിലൊന്ന് സിന്ധു സൂര്യകുമാർ ആയിരുന്നല്ലോ. യു കുഡ് ഹാവ് ആസ്ക്ഡ് എനിത്തിങ്. എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് പ്രധാനമന്ത്രിക്ക് പേടിയാണെന്ന് വിനു വി ജോൺ, വേറെ അവരുടെ ടീം മുഴുവൻ, പ്രധാനമന്ത്രി ഒന്ന് ഭയന്നിട്ടുണ്ടോ എന്ന് അഡ്വക്കേറ്റ് ജയശങ്കറോട് ചോദിക്കുന്നു. ഈ മുമ്പിലിരുന്നപ്പോൾ നാക്ക് പൊങ്ങിയില്ലേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ? ഇരുപ്പൊന്ന് കാണായിരുന്നു. അല്ല, ഞാൻ ഐ വിൽ നോട്ട് കമൻറ്റ് ഓൺ ദാറ്റ്. ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല.
I am only asking that the questions which you are raising in your channel, you could have asked the Prime Minister when he was sitting in front of you. And എന്നിട്ട് നിങ്ങൾ അത് പുറത്ത് വന്നിട്ട് അങ്ങേർക്ക് പേടിയാണെന്ന് പറയുക. ഇതെന്തൊരു പരിപാടി? അങ്ങേര് സബ്ജക്റ്റ് മാറ്റുന്നു. ചോദിക്കണ്ടേ നിങ്ങൾ എന്താ സബ്ജക്റ്റ് മാറ്റുന്നതെന്ന്? ഈ സബ്ജക്റ്റ് ചുനൗത്തിയോं का ढेर लगा हुआ है भारत में. വെല്ലുവിളികൾ വലിയൊരു കുന്നാണ്. അത് ഓരോന്നും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. Therefore, Prime Minister will address everything, every subject which he feels comfortable. ഇവരുടെ അജണ്ട അനുസരിച്ചാണോ അദ്ദേഹം പ്രസംഗിക്കുന്നത്? നിങ്ങളുടെ അജണ്ട നിങ്ങൾ പ്രസംഗിച്ചു. നിങ്ങൾക്ക് പട്ടാളത്തിലെ ജാതി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുശുമ്പ് കുന്നായ്മയൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ടല്ലോ. അത് പ്രസംഗിച്ചുകൊണ്ട് കാണുന്നു. അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രത്തെ വിഘടിപ്പിക്കാൻ നോക്കുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ്. അല്ല, 6-7 ഘട്ടങ്ങളിലായി 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ. അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ അവസാനം വരെ പറയണം എന്ന് ശഠിക്കുന്നതിലൊരു തുടക്കത്തിൽ ഒറ്റത്തവണ പറഞ്ഞു BJPക്ക് 370 സീറ്റ്, NDAക്ക് 405 സീറ്റ്. ദാറ്റ് വാസ് കൺവേർട്ടഡ് ഇൻ ടു എ സ്ലോഗൻ, 1-2 സ്ലോഗനായിട്ട്. ജിസ്നെ ഹട്ടായ 370 ഉസ്കോ ദേങ്കെ 370. അല്ല, ഇപ്പോൾ പറയുന്നൊരു തിയറി എന്താ അറിയോ? ഇപ്പോൾ 400+ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഓവർ കോൺഫിഡൻസ് വന്ന് BJP RSS കേഡറുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ മോദി തോക്കുമെങ്കിൽ തോക്കും. സി യു ക്യാൻ ജൂൺ 4 വരെ ആർക്കും എന്തും പ്രതീക്ഷിക്കാം. ഞാനതിന് കുറ്റം പറയില്ല. ഇപ്പോൾ എന്നെ പോലുള്ളവർ ജൂൺ 4 വരെ മോദി ജയിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കും. 4-ാം തീയതി റിസൾട്ട് വന്നു കഴിയുമ്പോൾ മോദി തോറ്റു എന്ന് വയ്ക്കുക. തോറ്റു, പ്രതീക്ഷ സഫലമായില്ല, ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ മറ്റേ പാർട്ടിക്കും ചെയ്യാം. മോദി തോൽക്കും പിന്നെ മോദി ജയിച്ചു കഴിയുമ്പോൾ അത് മോശമായി പോയി ചായട് എന്ന് പറയാം. ദിസ് വിൽ ഹാപ്പൻ ഇൻ എവറി ഇലക്ഷൻ. ഞാൻ അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ്റെ കാര്യം എനിക്കൊരു ഓവർ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അത് പ്രവചിക്കുക ഇതൊന്നും ഞാൻ പോകാത്തത്. നമ്മുടെ ചാനലുകാരെ ഇതുവരെ മോദി തോക്കുമെന്ന തരത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ല. 400 അതൊന്നും കിട്ടത്തില്ല, ചിലപ്പോൾ ഒരു 360 വരെ എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ചെയ്യും? അവർ തന്നെ അവരെ തോൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സാരമില്ല. ഇപ്പോൾ ഒരു സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പടക്കം പൊട്ടിക്കും. ഒരെണ്ണം കുറഞ്ഞു, മോദി പ്രഭാവം കുറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ മോദി പ്രഭാവം കുറഞ്ഞു തുട എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് എഴുതേണ്ടി വരും. കാരണം അത്ര വലിപ്പം പത്രത്തിൽ 2ആയി പോകുമല്ലോ അക്ഷരം. കമ്പ്യൂട്ടർ ഇങ്ങോട്ട് തിരിക്കുമല്ലോ ഒരു ഇത് കഴിഞ്ഞാൽ 8 കോളം കഴിഞ്ഞാൽ അടുത്ത കോളത്തിലേക്ക് ഇങ്ങനെയൊക്കെ വരും. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സീറ്റ് കുറഞ്ഞെങ്കിൽ അതിൻ്റെ ആഘോഷിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നടക്കുന്ന ആഘോഷം ജൂൺ 4 വരെ മാത്രമാണ്. അതിനുശേഷം നിലവിളി പലയിടത്തും കേൾക്കേണ്ടി വരും. നിലവിളിയൊന്നുമല്ല, തെറിവിളിയായിരിക്കും. അതെയോ? ഐ ആം ടെലിങ് യു. ഞാനിപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ജൂൺ 4 കഴിഞ്ഞാൽ നിലവിളിയല്ല, കലാപമാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഫസ്റ്റ് മിക്കവാറും ക്യാമ്പസുകളിലായിരിക്കും അത് തുടങ്ങുന്നത്. മോദി ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ അല്ല എന്ന് പറഞ്ഞ് തുടങ്ങും. മിക്കവാറും ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് വരാൻ പോകുന്നത് ദീപാ നിശാന്തിൻ്റെ ആയിരിക്കും. I know their the characters through which they are operating. I have observed. അതുകൊണ്ടാണ് ഞാൻ ഈ പേരുകളൊക്കെ എടുത്ത് പറയുന്നത്. ഇവരൊക്കെ ഇതിൻ്റെ ഈ കോക്കസിൻ്റെ പാർട്ടാണ്. എന്നാൽ ഈ പേരൊന്നും പറയരുത്. അല്ല, ഈ പേര് പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ where do you start a campaign? Not because she is great. Probably 90% അവരാണ് ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. ഈ സബ്വേഴ്സീവ് ക്യാമ്പയിൻ പലരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിക്കും. വെരി ഹൈ സ്റ്റാൻഡേർഡുള്ള, ഫ്രം സബ്ലൈം ടു റിഡിക്കുലസ്. സോ യു മേ സേ ദാറ്റ് ദീപാ നിശാന്ത് ഈസ് സ്മോൾ ഫിഗർ എന്ന് പറയുമായിരിക്കും. ബട്ട് ദ സ്മോൾ ഫിഗർ വിൽ സ്റ്റാർട്ട് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി പിക്ഡ് അപ്പ് ബൈ അതേഴ്സ്. റിവേഴ്സ് ഓൾസോ ക്യാൻ ഹാപ്പൻ. ദ ടോപ്പ് മാൻ വിൽ സ്റ്റാർട്ട് ഇറ്റ് ആൻഡ് ദെൻ ഇറ്റ് വിൽ പെർക്കുലേറ്റ് ഡൗൺ ടു ദ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതുപോലത്തെ ദീപാ നിശാന്ത് ഓർ സംതിങ് അവരുടെ സ്റ്റേച്ചറിലുള്ള വേറെ ആരെങ്കിലും ഇവരൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. കരയും എന്ന് വിചാരിക്കരുത്. ദേ ആർ നോട്ട് ഗോയിങ് ടു ക്രൈ. ദേ വിൽ ഫൈറ്റ് യു ബാക്ക് ത്രൂ അൺഡെമോക്രാറ്റിക് മീൻസ്. ആബ്സല്യൂട്ട്ലി അൺഡെമോക്രാറ്റിക് ആയിട്ട്. സ്വാം ദ സ്ട്രീറ്റ്.
സകല റോഡിലും ആൾക്കാരെ കൊണ്ട് നിറയ്ക്കുക. 14 ലക്ഷം വോട്ടർമാരും മറ്റുമാണ് എറണാകുളത്തുള്ളത്. പക്ഷേ ഒരു 50,000 പേര് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ എറണാകുളം ശ്വാസം മുട്ടി ചത്തുപോകും അല്ലേ? 50,000 ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു മൈതാനമോ റോഡോ എറണാകുളത്തിന് ഇല്ല. അല്ല, തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ തെരുവിലിറങ്ങി തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റും. ജനങ്ങളെ അണിനിരത്തി പാർലമെൻറ്റ് പിടിച്ചെടുക്കുക. പാർലമെൻറ്റ് പിടിച്ചെടുക്കും. റഷ്യയിൽ പണ്ട് യെൽസിൻ പിടിച്ചെടുത്ത പോലെ. ആ എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് ചെയ്തുകൂടാ? ഇപ്പോഴും അങ്ങനെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ധാരാളം പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ദെയർ, ദാറ്റ് ഐഡിയ ഈസ് ദെയർ. അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഒരു വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാം. രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, CPM വരെയുണ്ട്. അതെ, വിപ്ലവത്തിലൂടെ അധികാരം പിടിക്കാം എന്നല്ല ഇപ്പോഴും വിചാരിക്കും. അവരിപ്പോഴും ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്കല്ലേ ജനാധിപത്യത്തെ കാണുന്നത്. So they may do anything. Don't think that they are going to cry. Never underestimate your enemy. Never underestimate. അപ്പോൾ ജൂൺ 4-ന് ശേഷമാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. യെസ്, ജാഗ്രത ഇപ്പോൾ ഒരു ചീത്ത വാക്കായിപ്പോയി. ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് വേറെ നല്ലൊരു വാക്ക്. ഈ ജാഗ്രത പ്രതിരോധം. എനിവേ, അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.